വേദു പാവാന്ന് ഡോഗ് പേര് നാച്ചോ എന്നാണ്. ആ നോക്ക് വേദു ബട്ടർഫ്ലൈ ഇവിടെ പോത്തില്ല എന്നുള്ള ഗ്യാരണ്ടി ഉണ്ടെന്ന്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് വീക്കെൻഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി ഫാമിലി ടൈം എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നോക്കാറുള്ളത്. വളരെ കുറച്ച് നമുക്കങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടാറുള്ളൂ, ബിക്കോസ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇവിടെ കുറവല്ലേ. പക്ഷെ ഈ വീക്കെൻഡ് ഒരു അടിപൊളി ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. എന്താ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. മേരിയാനാണ് ഇന്നൊരു 3 മണിക്കൂർ മുമ്പാണ് എന്നെ മെസ്സേജ് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, നമുക്ക് പോവാമെന്ന്. അപ്പോൾ നേരെ മേരിയാനും ദിയനെയും പിക്ക് ചെയ്തിട്ട് വേദുവായിട്ട് പ്രിയായിട്ട് നമ്മളൊരു അടിപൊളി സ്ഥലത്ത് പോയിരിക്കും. അവിടെ ആനിമൽസ് ഉണ്ട്, ഫുഡ് ഉണ്ട്, ഗെയിംസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിന് മുമ്പ് വേദു ഇവിടെ ഇരുന്ന് കുക്കീസ് കഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിലേക്കുള്ള പുതിയ സ്റ്റോക്കൊക്കെ നമ്മൾ സോർട്ട് ചെയ്യാണ് ബാങ്കോക്ക് ഫാഷന് കയറ്റാനായിട്ട്. സോ അതവിടെ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ബ്രാൻഡ്സിന്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാം. ഞാൻ ബേക്ക് ചെയ്ത കുക്കീസാണ്. വേദന ഇത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പനെ കഴിക്കണോ? ഇവിടെ ഭയങ്കര വേഗം കഴിക്കുന്നിട്ട് പോവാം. എന്നിട്ട് അപ്പയും വേദും ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഇടാം. ഓക്കെ ഓക്കെ. പ്രിയ ദിയനെ നോക്ക്, ഭയങ്കര സ്റ്റൈലാണല്ലോ ദിയ. കണ്ട വേദു? അത് കുഴപ്പമില്ല, വാ. ആഹാ, ടിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പ്രിയ. മേരിയാനാണ് പറഞ്ഞത്. മേരിയാനാണ് ഇന്ന് ഇവിടുത്തെ കംപ്ലീറ്റ് ചെലവ് കേട്ടാ. എല്ലാവർക്കും ടിക്കറ്റ് എടുത്താ. എന്താ അത്? ആരുടെ ഫുട് പ്രിന്റ്സ്? ഡോഗിന്റെയാ? നടക്കുക അതിന്റെ മേലെ കൂടെ. കോളേജിലാണ്. നന്നായിട്ടുണ്ടല്ലേ ഡെക്കറേഷൻസ്? എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയത് അറിയോ? എവിടെ? ഈ കോളേജിൽ. എന്നിട്ട് പുറത്താക്കിയാ? ഇല്ല. സ്വഭാവം മനസ്സിലാക്കിയപ്പോ? ഇല്ല, ഞാൻ കേറിയില്ല. അപ്പത്തേക്കും ഇവിടെ വരെ വന്നു, ഓഫീസിൽ വരെ വന്നു. എന്നിട്ട് മമ്മി പറഞ്ഞു വേണ്ട, നീ ഗേൾസ് കോളേജിൽ പഠിച്ചാൽ മതി. ഇവിടൊക്കെ പഠിക്കാതെ പോയത് മിസ്സാണ്. പക്ഷെ സെന്റർ നല്ലതാണ്. അതെ, സത്യം പറഞ്ഞാൽ ഇതൊരു വെറൈറ്റി എക്സിബിഷൻ അല്ലേ? സാധാരണ എപ്പോഴും ഈ ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒരു പെറ്റ്സ് ബേസ് ചെയ്തുള്ള സംഭവം. പെറ്റ്സിനെ കൊണ്ടുവരാം. പെറ്റ്സിനെ കൊണ്ടുവന്നാൽ എനിക്കൊന്ന് എൻട്രൻസ് ഫ്രീ ആയിരിക്കും. സിംബേനെ കൊണ്ടുവന്നെങ്കിൽ ചിലപ്പോൾ എൻട്രൻസ് ഫ്രീ ആയിരുന്നു. എല്ലായിടത്തും ഇതുപോലെ ഫുട് പ്രിന്റ്സ് ഉണ്ട് കേട്ടാ. നല്ല ഐഡിയ അല്ലേ? വലിയ ചെലവില്ല, പക്ഷെ നല്ല ഇന്നോവേറ്റീവ് ഡെക്കറേഷൻ. ശരിക്കും ഒരു ഡോഗിനെ വെൽക്കം ചെയ്യാൻ വെക്കണമായിരുന്നു. അതല്ലായിരുന്നു ഫസ്റ്റ് ഡോഗ്. അടിപൊളിയല്ലേ പ്രിയ? ഒരു കാർണിവൽ പോലെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട് അവരിത്. പക്ഷെ ഇവിടെ വൈകുന്നേരം വരാൻ പറ്റും. വൈകുന്നേരം പറ്റുള്ളൂ. വൈകുന്നേരം ഉള്ളൂ, 4 o'clock തൊട്ടാ. നല്ല സംഭവം കേട്ടോ. എന്തൊക്കെ ഉണ്ടെന്ന് കൗണ്ടേഴ്സ് നോക്കാം. ഫുഡിന്റെ മണം വരുന്നുണ്ട്. ടെന്റ് വെച്ചിരിക്കുന്നേ അകത്ത് അടിയിൽ ബീൻ ബാഗ് ഒക്കെ വെച്ചിരിക്കാനാണോ അതോ ഡോഗ്സ് ഇരിക്കാനാണോ എന്ന് അറിയില്ല. അവിടെ ബീൻ ബാഗ് ഒക്കെ ഇരിക്കുന്ന ആളെ കാണാം. മഷ്റൂം. കുറച്ച് ഡോഗ്സേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതേ ഒരു ജർമ്മൻ ഷെപ്പേർഡ്. വേദു നോക്കിതൊക്കെ. ഹായ് വേദു, പാവാന്ന് ഡോഗ്. ണ്ടല്ലോ ഡോഗ്സിന്റെ കാര്യം പോക്ക. കുട്ടികളൊക്കെ കൂടെ, പക്ഷെ എല്ലാരും ഡെലിക്കേറ്റ് ആയിട്ടാ പയ്യെ തൊടുന്നത്. നോക്ക് പ്രിയ, നോക്ക് അതിന്റെ അകത്തുണ്ടല്ലോ പ്രിയ, ബോൾ പിറ്റ് ആണ്. ആ ബോൾ സെറ്റ് കളിക്കുന്ന സ്ഥലം അത്. അല്ല ബോൾ പിറ്റ് എന്നെ പ്രിയ. ഓഫ്, സാധാരണ കുട്ടികൾക്കല്ലേ കണ്ടിരിക്കുന്നത്. ഇത് കൊള്ളാലോ. പേര് നാച്ചോ എന്നാണ്. ആ നോക്ക് വേദു, ബോളറിന് എറിഞ്ഞു നോക്ക് വേദു. പിടിക്കുമായിരിക്കും ചിലപ്പോ. ഓ അത് ബിഗ് ആയി പോയി. അതാ സ്മോൾ ബോൾ കൊടുക്കും വേദു. പയ്യെ അറിയണേ. അങ്ങനെയല്ല വേദു, മുകളിലോട്ട് അറിയോ? മുകളിലേക്ക് ഇത് നോക്ക്, പെട്ടെന്ന് വെച്ച് ഡോഗ് കിടന്ന് ഉറങ്ങുവന്ന്. അല്ല ഇത് അഡോപ്ഷൻ. പറഞ്ഞ അഡോപ്റ്റ് ചെയ്യുന്നോ? ഓൺലൈനിൽ തന്നെ നോക്കാൻ പറ്റുന്നില്ല. ഹസ്കി നോക്ക്, ഇതല്ലേ വേണം എന്നുള്ളത് അല്ലേ? ലിസേർഡ് ടേർട്ടിൽസ്. ഇത് കൊള്ളാം കേട്ടോ, നന്നായി ചെയ്തിട്ടുണ്ട് അവര്. ടോർട്ടോയ്സ് ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ക്യാമല് ഇത് എവിടുന്ന് കൊണ്ടുവന്നു? ഇതിന് ക്യാമല്, ഹോഴ്സ്. തൊടാം
ഇത് അവിടെ ലിസേർഡിനെ തൊടാം. ദേ ആ കെമലിയാണോ? എന്താ അത്? കെമലിയാണോ അല്ലേ? അന്റെ വേറെന്തോ പേരുണ്ട്. ഓന്താണോ പ്രിയനെ പോലത്തെ? ഒന്ന് പോ പ്രിയ. പേഴ്സ് ഫുൾ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഒരു മിനിയേച്ചർ സൂ പോലെയാണ്. ഇതിന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ കേൾക്കാം. കുക്കറ്റ് പോവാം, പാരറ്റ് പോലത്തെ. ഇത് ഇഗ്വാന. അതൊക്കെ പ്രിയ ബട്ടർഫ്ലൈ. ഇതൊക്കെ കണ്ടിട്ട് വേണം സിംബേനെ കൊണ്ടുപോയി ചെയ്യാൻ പ്രിയക്ക്. ഓക്കെ, നാളെ ഉണ്ട് ഫ്രീ ഡേ, വേണമെങ്കിൽ കൊണ്ടുവരാം. തീയുടെ മുഖം നോക്കട്ടെ. ആ അനു ബൂബു ആണോ? അതാ നാലയോ? ഇത് പെൻസിൽ ഡ്രോയിങ് ആ. ഓ നൈസ്. കണ്ട പറയില്ലല്ലേ, ഫോട്ടോ പോലെ ഇല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഫോട്ടോ വന്നത് അല്ല, ഇത് പെൻസിൽ ഡ്രോയിങ്. നല്ലതാ. പൈസ കൊടുക്കണം, പിന്നെ വെറുതെ റിംഗ് തരും ആരെങ്കിലും. ഡ്രസ് കൊള്ളാം കേട്ടാ, ഡ്രസ് കൊള്ളാം. ഇവിടുത്തെ ഒരു കോളേജ് വൈബ് ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് ക്യാമറ കൂടെ കാണുന്നത്. സ്കേർട്ട് എനിക്കറിയാം, ഞാൻ തന്നെ പോയി നോക്കി സെലക്ട് ചെയ്ത ബാങ്കോക്ക് ഫാഷന്റെ സ്കേർട്ട് ആണ്. ഇത് നമ്മുടെ ജിപ്സിന്റെ ആ മാച്ച് ആണ്, പക്ക വൈബാണ്. നല്ല ഡ്രസ്സാ. ഇപ്പൊ റിംഗ് അറിയുന്നോ? ലാസ്റ്റ് ചാൻസ് ആണ്, ലൈഫിലെ ലാസ്റ്റ് ചാൻസ് ആണ് റിംഗ് അറിയാൻ. നിക്ക് ബാക്കി പോട്ടെ. ആ അതാണ് ലൈൻ. ആ എറിയ വേഗം. ഓ സ്പീഡ് കുറച്ചാ മതി, കുറച്ചുകൂടെ പൊക്കി തരട്ടെ. സ്പീഡ് കുറയ്ക്ക്. അത്രയല്ല, കുറച്ചുകൂടെ. ഓ കിട്ടിയത് ചോക്കോസ് കിട്ടി. വേദന നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇല്ല ഓക്കെ, ഒരെണ്ണം കിട്ടിയല്ല, വാഗ് പോയി. എന്നെ വന്ന ഒരുത്തന്നെ ഇരുന്ന് ചെയ്യുക. ഓ ഓ നോക്കട്ടെ. ദിയല്ലേ ഇപ്പൊ മുഖത്ത് ചെയ്തേ? ആ വാ നോക്കട്ടെ, കൈ നോക്കട്ടെ. നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ അവര്. ഫുഡ് മാത്രം ഉണ്ടോന്നോ ചെക്ക് ചെയ്യണം. അല്ലാതെ പെറ്റ്സും ഒരു ഈവനിങ് ഔട്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യണം അല്ലേ. പുതിയ പുതിയ കാര്യങ്ങള്. ചൂടുമില്ല, ഈവനിങ് നല്ലതല്ലേ. അപ്പുറത്തെ ലേക്ക് അല്ലേ, കറക്റ്റ് എന്റെ അടുത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗിഫ്റ്റ്. ഓ ഇട്, നടക്കൂല. വീട് വേഗം നടക്കൂല. സിംബയ്ക്ക് എന്തെങ്കിലും കിട്ടും. ഇങ്ങനെ ഇട്ടാ മതിയാ? അത് പറ്റില്ല, പൊക്കിയിട്. ആ പോയി. പറയുന്നാളൊന്ന് വന്ന് ഇട്ട് കാണിക്ക്. എവിടെ? ആ കണ്ടോ എവിടെ? അതിപ്പോ അവിടെ പിടിച്ചിട്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒത്തുകളിയാ. എനിക്കിത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് എടുക്ക്, ഒരു കൂപ്പൺ കിട്ടും. സിംബേനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാം. ഇവിടെ വിശക്കുന്നുണ്ടെങ്കിൽ കാറ്റ് ഫുഡും ഡോഗ് ഫുഡൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട്. സാമ്പിൾ വരെ ഉണ്ട്. വേണം വരേക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഡോഗ് ഫുഡ് കാറ്റ് ഫുഡും വേണോ സാമ്പിള്? എന്നാ വേണ്ട. ഡോഗ്സിന്റെ വാക്യൂം ക്ലീനർ പ്രിയ. ഡോഗ്സിന്റെ മുകളിൽ പെറ്റിനെ മേത്ത് വെച്ച് കഴിഞ്ഞാൽ രോമ മൊത്തം വലിക്കുന്ന സാധനം. കൊള്ളാം അല്ലേ? ഡോഗ്സിനെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള വാക്യൂം ക്ലീനർ. ആ നല്ലതാ, എല്ലാ ഡോഗ്സിനും ആവശ്യമുണ്ട്. അത് നോക്ക്, സിംബൻ ഇങ്ങനെ എടുക്കാൻ പറ്റിയായിരുന്നെങ്കിലോ. പ്രിയ സിംബൻ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുവോ? പിന്നെ സിംബനെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഗ്രൂമിങ്ങും ചെയ്ത് കൊണ്ടുപോയായിരുന്നു ശരിക്കും അല്ലെ. ആ ഡോബർമാനെ നോക്ക്. ഇത് കുട്ടികളുടെ അല്ല, ഡോഗ്സിന്റെയാ. എനിക്ക് തോന്നി ഇവര് കാണുമ്പോ ഇന്നത്തെ കേറണം എന്ന് പറയുന്നത്. ഈ പ്ലേ ഏരിയ കണ്ടപ്പോഴേ കേറണം. അത് ഡോഗ്സിന്റെ പ്ലേ ഏരിയ. അവിടെ കുട്ടികൾക്കും ആൾക്കാർക്കും പട്ടികൾക്കും ഒരുമിച്ച് കിടക്കാനുള്ള ടെന്റ്. അത് നോക്ക്, റെസ്റ്റ് ചെയ്യാനായിട്ട്. എന്തൊക്കെ ഇന്നോവേഷൻ അല്ലേ. സൂപ്പർ ആയിട്ട് കണ്ട. കുട്ടികളും ഓണേഴ്സും ഡോഗ്സും ഒരുമിച്ച് കിടക്കാം അവിടെ. പില്ലോ ഷീറ്റ് എല്ലാം ഉണ്ട്. അല്ലേ റെസ്റ്റ് ചെയ്യണമെങ്കിൽ. ആ സമയത്ത് ഇവിടെ ലൈവ് മ്യൂസിക്കും ഉണ്ട്.
നല്ല കാറ്റ്. ഇത് കായലാണ് എന്റെ ബാക്കില്. എന്തൊരു സെറ്റപ്പ്. അവിടെ പോയി കിടന്നോ. കൂടുതലും ഡോഗ്സ് അല്ലേ, കാറ്റ്സ് കുറവാ. ഒറ്റ അവിടെ കണ്ടു ബാക്കില് പ്രിയയുടെ കാറ്റ് ഫാഷൻ ഷോ നടക്കാൻ പോവാ. ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അപ്പോഴേക്കേ തുടങ്ങുള്ളൂ. 5 മിനിറ്റ് ഉണ്ട്. ബാ ഉണ്ടല്ലോ ഈ കോൺസെപ്റ്റ് ഫോറിൻ കോൺസെപ്റ്റ് അല്ലേ, ഇതുപോലെ പെറ്റ് പാർക്കൊക്കെ. ഇവിടുത്തെ ഫുഡും ഭയങ്കര ഇന്റർനാഷണലാണ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ് ജേർക്കിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തു. അതല്ലാതെ പോക്ക് സ്ലൈഡ്, പുൾഡ് പോക്ക്. അവര് ഏതെങ്കിലും ഡോഗിന്റെ പുറകെ പോകുന്നത്. എക്സ്പെൻസീവ് ആണ്. 250 rupees ആണ് ഈ ചെറിയ സ്ലൈഡറിന്. പോർക്ക് അടിപൊളിയാണ്, പക്ഷെ ബാർബക്യൂവിന്റെ ഫ്ലേവർ അത്രയില്ല. കുറച്ച് വിനേഗറി ഫ്ലേവറാ. കോൾസ്ലോ, പോർക്ക് കൊള്ളാം അല്ലേ? പക്ഷെ 250 rupees കുറച്ച് പ്രൈസ് കൂട്ടില്ല. ഇതിന് ചിക്കൻ ഫ്രൈ വാങ്ങിയാലോ വേദുവിന്? കഴിക്കുവോ? വേദു അവിടെ വേദു ദിയനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വേദു ചിക്കൻ ഫ്രൈ വേണോ വേദു? ദിയ ടോയ്ലറ്റിൽ പോയി. ചിക്കൻ ഫ്രൈ വേണോ? വിങ്സ്, ബാർബക്യൂ അതൊക്കെ ഉണ്ടെങ്കിലും റീസണബിളി പ്രൈസ് ആയിട്ടുള്ള ഫുഡും ഉണ്ട്. പ്രിയക്ക് പഴംപൊരിയും കട്ട്ലറ്റും കൂടെ കിട്ടി. ഹാപ്പി ആയോ? ഇത് മതിയല്ലേ, മറ്റേതൊന്നും വേണ്ട ഇനി. ഓടിക്കോ. വേദുവിനെ ഹഗ് ചെയ്യണം, ദിയക്ക് ഹഗ് ചെയ്യണം. നൈസ്. വാ മതി. അഗീതരെ കില്ല് ചെയ്യണ്ട നിങ്ങള്. പ്രിയ നമ്മുടെ ആൾക്കാർ ഇരിക്കുന്നത്. സ്റ്റീമൻ മക്സ്. ഹായ്. ബട്ടൂറ, ചെന്ന ബട്ടൂറ, ബൺഗി റോസ്റ്റ്. അത് വേരിയാൻ ബണ്ണിന്റെ ആള് വേണോ? ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഗീ ഒക്കെ ഇട്ട്. വേണോ? എന്താ എന്നെ ഇടിക്കും വേദന ബലൂൺ ഇല്ലാത്തോണ്ട്. അതും കൂടെ വാങ്ങിട്ട് ഇറങ്ങാം. അതൊക്കെ കളർ ചെയ്തിരിക്കുന്നത് റൈറ്റില്. സിംബനെ വേണമെങ്കിൽ ചെയ്യാം. പ്രിയ ഇത് കളർ ചെയ്തത് ഡോഗ്സിന്റെ സ്പെസിഫിക് ഡൈ ആണ്, ഒരു കുഴപ്പമില്ലാന്ന്. പ്രിയ കളർ ചെയ്ത പോലെ മുടി പോത്തില്ല എന്നുള്ള ഗ്യാരണ്ടി ഉണ്ടെന്ന്. ഓ മൾട്ടി കളർ. പ്രിയ ഈ ലൈൻ പിടിക്കും പ്രിയ. അടുത്തത് കളറ്, ഹെയർ കളറ്. മേരിയനെ കളർ ചെയ്തോടെ. അമ്മമാർക്ക് എന്തൊരു ഇൻട്രസ്റ്റ് നോക്ക്. വെയിറ്റ് 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 ആയിട്ടില്ല. ഫുൾ ഡാൻസ് 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 അവരുടെ ഫ്രണ്ട് വരുമ്പോ മാത്രമേ ഡാൻസ് ചെയ്യുള്ളൂ കേട്ടോ. ഇവിടെ വേറെയാണ് ഫുൾ ഡാൻസ്. ഓക്കെ. അനങ്ങത്തില്ലെങ്കിൽ ക്യാമറ വരുമ്പോ മാത്രം ഡാൻസ് ചെയ്യും. റിട്രീവറിനെ നോക്ക്, 2 റിട്രീവേഴ്സ്. മുട്ട സൈസ് അല്ലേ നോക്ക്. നമ്മുടെ അമ്മുവോ? പ്രിയയുടെ കസിനാണ്. ഫസ്റ്റ് കസിൻ. ഹലോ. Blinding lights in my eyes. നമ്മളെ കണ്ടിട്ടില്ല അമ്മു. Hi. My name is Soop. This, as you all സൗവർണിക എന്നാണ് പേര്. Beautifully before. This is George and this is. അവൾ നമുക്ക് പോണ്ടേ? I'm so happy to be back again to see. ഉണ്ടായിരുന്നല്ലേ? അടിപൊളി ഇവന്റാണ്. കുറേ പരിചയമുള്ളവരെ കണ്ടു. ആൻഡ് പറ്റെങ്കിൽ നാളെ ജിംബയായിട്ടൊന്ന് വരാം. ഇനിയിപ്പോ നമുക്ക് നേരെ ഡിന്നറിന് പോകാനുള്ള സമയമില്ല. പോവാം, ഇറങ്ങാം. മണവാളനും മണവാട്ടിയും വെയിറ്റിംഗാ. ഞാൻ ഒരാളുടെ കുറവുണ്ടായിരുന്നു, അന്തുവിന്റെ. ആനിമൽസ് അന്തുവോ? അത്രയും പേടിയാണ് കേട്ടോ അന്തുവിന് ആനിമൽസിനെ. അങ്ങനത്തെ ഒരു ഓ
ആനിമൽസ് ആയിട്ട് യോ ആണോ? എന്തായാലും ഒരു അടിപൊളി ഇവന്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് കൊച്ചി നീഡ്സ് മോർ ഓഫ് ദിസ് എന്ന് പറയാം. എവറി ഡിസ്ട്രിക്ട് നീഡ്സ് മോർ ഓഫ് ദിസ്. എക്സ്ട്രീംലി വെൽ കണ്ടക്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ വന്നതാണ്, പക്ഷെ അടിപൊളിയാണ്. അതെ, മണവാളനെ ഒന്ന് കാണിച്ചിട്ട് വ്ളോഗ് അവസാനിപ്പിക്കാം. അവരൊന്ന് സീസൺ ചെയ്തെടുക്കാറുണ്ട്, എന്നിട്ട് തന്നെ ട്രിപ്പ് പോകാൻ അവരായിട്ട്. മിഥുനം സ്റ്റൈൽ. നമ്മള് പോകുമ്പോ ഇനോവ 50 രൂപ എടുക്കാൻ പറയണം. എല്ലാരും ഒറ്റ വണ്ടിയിലായിരിക്കും പോകുന്നത്. അപ്പൊ ലേഡീസ് ആരും ഓടിക്കും? നിങ്ങൾ ഇന്ന് എത്തിയത് തന്നെ, മൂന്നാർ എത്തിയത് തന്നെ. മീറ്റർ ഓടിക്കുമായിരിക്കും ഇല്ലേ? എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ? ഇന്ന് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ. നോക്കിക്കോ, രണ്ടുപേര്. പ്രിയനോടുള്ള ബഹുമാനം കണ്ട പ്രിയനോടുള്ള ബഹുമാനത്തില രണ്ടുപേരും എഴുന്നേറ്റെ. പ്രായമായവരെ ബഹുമാനിക്കണ്ടേ? പ്രായമായവരെ ബഹുമാനിക്കണ്ടേ? ഹായ്. അതെ, ഫ്രൈഡേ ഓക്കെ അല്ലേ? അത് മതി, അത് കുഴപ്പമില്ല. വീട്ടിൽ പറയാൻ എടുക്കല്ലേ, വ്ളോഗേ ഉള്ളത്. നമ്മളെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ആളാട്ടാ. അതിന് ഞങ്ങൾ കലമാരി റിങ്സ് ഓർഡർ ചെയ്തു. ഇത് വലിയ ഗുഡ്വില്ലായിരുന്നു. ശരിക്കും കുറച്ചും കൂടെ ക്രിസ്പി ആവണമായിരുന്നു, പക്ഷെ ഇത് ക്രിസ്പി അല്ല. ആ മാവൊക്കെ ഒന്നൊന്ന് കുഴഞ്ഞിരിക്കുന്ന പോലെയായിരുന്നു. ഇത് നല്ലതായിരുന്നു. ഇത് ചിക്കൻ ആൻഡ് ചീസ് ആൻഡ് കോൺ കട്ട്ലേറ്റ് പോലത്തെ. അന്നേരം വേദവും തീയും ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നുണ്ട്. അവർക്ക് സ്ക്വിഡ് റിങ്സ് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ബാർബക്യൂ ചീസ് ആൻഡ് ചിക്കൻ സോസേജ്. ഇത് എനിക്ക് ഇഷ്ടമായി, പക്ഷെ ചിലവർക്ക് ഇഷ്ടമായില്ല, കാരണം ചീസ് ഭയങ്കര കൂടുതലായിരുന്നു. ഫൈനലി നല്ല ഒരു ക്രെംബ്രൂലെ. ഇത് അത്യാവശ്യം സ്വീറ്റ് ആയിരുന്നു. ചെറിയൊരു ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച് ഇൻഫ്യൂസ്ഡ് കാരമൽ പുഡിംഗ് പോലെ. അത് ഇനി നേരെ ഞങ്ങൾ